വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു വീഡിയോ ആണ്. മെയിനായിട്ട് നമ്മുടെ നൈറ്റ് റൂട്ടീൻ, മെയിനായിട്ട് ക്ലീനിങ് റൂട്ടീനാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നൈറ്റിൽ എന്താണ് നമ്മുടെ ക്ലീനിങ് റൂട്ടീൻ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം, കാണാം. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ക്ലീനിങ് റൂട്ടീൻ തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു റൂമൊക്കെ ലാസ്റ്റ് ക്ലീൻ ചെയ്യാൻ, കാരണം പിള്ളേർ ഭയങ്കര കളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കിച്ചൺ ആദ്യം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു, ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മാത്രം കഴിക്കാത്തുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഓൾറെഡി ഉച്ചത്തെ ഫുഡ് ഇത്തിരി ലേറ്റായിട്ടാണ് കഴിച്ചത്. അപ്പം നമുക്ക് ലേറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു കുട്ടിയും ജാൻവി ചേച്ചിയുമൊക്കെ ഭയങ്കര കളിയാണ് കേട്ടോ. അപ്പോൾ അമ്മ അവിടെ കിടക്കുകയാണ്, റെസ്റ്റിലാണ് കേട്ടോ അമ്മ. ഇപ്പം ഞാനുള്ള കാരണം ഈ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ അമ്മയ്ക്ക് ചെയ്ത് കൊടുക്കും കേട്ടോ. അമ്മയ്ക്ക് ഇഷ്ടമില്ല ഹെൽപ്പ് ചെയ്യുന്നത്, എന്നാലും നമ്മൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി കാപ്പി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാപ്പി കുടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാനത് ആ പാത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് വേഗം അത് കുടിച്ച് തീർത്താണ് കേട്ടോ. ബാക്കി കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഞാൻ എടുക്കുകയാണ്. പിന്നെ ഈ കുപ്പിയിൽ തുരുക്കുട്ടിക്ക് ഞാൻ രാത്രി വെള്ളം ഒഴിച്ച് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് പിന്നെ അതൊന്ന് നമ്മൾ ഈ സയൻസ് പഠിച്ചേക്കാൻ ഇത് റിൻസ് ചെയ്താണ് കേട്ടോ. ഞാൻ തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ടൊന്ന് റിൻസ് ചെയ്തിട്ട് അതിന് ശേഷം പിന്നെ തിളപ്പിച്ച ആറിയ വെള്ളം ഞാൻ ഒഴിച്ച് വെച്ചു കേട്ടോ. പിന്നെ ബാക്കിന് ഫ്ലാസ്കിൽ കുറച്ച് തിളച്ച വെള്ളം എടുത്ത് വയ്ക്കണമായിരുന്നു. അപ്പോൾ അതിനുള്ള വെള്ളം ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മൾ സ്ലാബൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആവശ്യമില്ലാത്ത പാത്രങ്ങൾ ഞാൻ പരമാവധി ഒഴിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പാത്രങ്ങൾ അനാവശ്യമായിട്ട് കുറേ നിരന്നിരിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമില്ല കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്കിവിടെ സ്ഥലമില്ലാത്ത കാരണം ഇത് വേറെ എവിടേക്കും വെക്കാനും സ്ഥലമില്ല. അപ്പോൾ കുറേ പാത്രങ്ങളൊക്കെ ഞാൻ അടിയിലേക്ക് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം അനാവശ്യമായിട്ടുള്ള പാത്രങ്ങൾ, ഞാൻ പ്രത്യേകിച്ച് ആവശ്യമില്ലാത്ത പാത്രങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് മാറ്റിയിട്ടാണ് അപ്പോൾ ഒതുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും എൻ്റെ വെള്ളം തിളച്ചു. അപ്പോൾ ഇൻഡക്ഷനിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളം തിളച്ചിട്ടു. അതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പോണ സമയത്തേക്കാണ് കേട്ടോ വെള്ളം തിളപ്പിച്ച് വെക്കാറുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ചൂടാറുണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ എടുത്ത് റൂമിലേക്ക് കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള പാത്രങ്ങളും ആവശ്യമില്ലാത്ത പാത്രങ്ങളൊക്കെ ഒന്നും കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ട് സ്ലാബ് തുടച്ച് വൃത്തിയാക്കാണ് കേട്ടോ. അപ്പോൾ ധ്രുക്കുട്ടീനെ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പണികളിനില്ല. അപ്പോൾ അവിടെ ഭയങ്കര കളിയും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ അമ്മ അത് മോർണിംഗാണ് കേട്ടോ അമ്മ ഇങ്ങനെയുള്ള വൃത്തിയാക്കൽ പരിപാടികളൊക്കെ ചെയ്യാറ്. അപ്പോൾ എണീറ്റിട്ട് രാവിലെ തന്നെ അമ്മ അങ്ങനെ വൃത്തിയാക്കിയിട്ടെല്ലാം തുടങ്ങുള്ളൂ, സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ രാത്രി തന്നെ ചെയ്യാറാണ് പതിവ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം നൈറ്റ് തന്നെ ചെയ്ത് വയ്ക്കും. അപ്പോൾ അത് കൂടാണ്ട് അമ്മ എണീറ്റിട്ട് അമ്മയുടെ വക ഒരു ക്ലീനിങ് കൂടി ഉണ്ടാവട്ടെ ഇനി. അപ്പോൾ ഇതിന് പാത്രങ്ങൾ കഴുകാനുള്ളതാണ് കേട്ടോ. അപ്പോൾ കുറേ പാത്രങ്ങൾ കൂടി കഴുകി വെച്ച് കഴിഞ്ഞു. ഇതിപ്പോൾ ലാസ്റ്റത്തെ ക്ലീനിങ്ങിൻ്റെ സമയത്തുള്ള കുറച്ച് പാത്രങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ തുണിയൊക്കെ ഒന്ന് കഴുകി പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ സിങ്ക്, നമ്മളിത് ഓൾറെഡി ഇവിടെ വരുമ്പോൾ തന്നെ സിങ്ക് ഇങ്ങനെയാണ് കേട്ടോ, ഒരു ബ്ലാക്ക് കളർ ആയിട്ടുണ്ട്. അതെന്തോ എനിക്ക് തോന്നുന്നു നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ്സ് ചിലത് ഈ സിങ്കായിട്ട് റിയാക്ട് ചെയ്തിട്ട് അങ്ങനെ വരുന്നതാണ് ഈ ബ്ലാക്ക് കളർ കേട്ടോ. മുന്നേ ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ട്. ഇതിപ്പോൾ പിന്നെ ഞങ്ങൾ ഓടി വന്നപ്പോൾ തന്നെ ഇങ്ങനെ കളറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എത്ര ഉരച്ചാലും തേച്ചാലൊന്നും പോവില്ല. ഇനി വേറെ എന്തെങ്കിലും ഇതിനൊരു പോംവഴി ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ സിങ്കൊക്കെ കാണുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. നമുക്ക് പിന്നെ വേറെ നിവൃത്തിയൊന്നുമില്ല. നമ്മളത് കുറേ ക്ലീൻ ചെയ്യാനൊക്കെ നോക്കി പറ്റുന്നില്ല കേട്ടോ. ഇനി എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഓടി കഴുകിയ പാത്രങ്ങൾ, ഇവിടുത്തെ വെള്ളം ഭയങ്കര ഒരു ഉപ്പ് ടേസ്റ്റൊക്കെ ഉള്ള വെള്ളമാണ്. അപ്പോൾ കഴുകിയ പാത്രങ്ങളൊന്ന് ഫിൽറ്ററിൽ വന്ന വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തിട്ടായിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. അവിടെ കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി ആ ടൈലുമുള്ള കറകളൊക്കെ അവിടെ പെർമനൻ്റ് ആയിട്ടുള്ള കുറച്ച് കറകളാണ്. അത് തേച്ചാലും ഉരച്ചാലൊന്നും പോകുന്നില്ല കേട്ടോ. അപ്പോൾ അത് കുറേ ആൾക്കാർ യൂസ് ചെയ്ത് വന്ന സ്ഥലമല്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെയൊക്കെ കാണുന്നത് അത്ര വല്ലാതെ ബുദ്ധിമുട്ടാണ്. അഡ്ജസ്റ്റ് ചെയ്യാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കിച്ചണിലെ മെയിൻ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞോട്ടെ. ഇനി വേണം ബെഡ്റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളപ്പോൾ ഞാനിങ്ങനെ ബെഡ്റൂമൊന്നും മുൻകൂട്ടി ക്ലീൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഉറങ്ങാൻ പോണതിന് മുന്നേ ഒന്നും ക്ലീൻ ചെയ്യാറൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിക്കുമ്പോൾ അത്ര തന്നെയുള്ളൂ. പക്ഷേ ഇവിടെ പിള്ളേർ കളിക്കണ കാരണം കണ്ട റൂമിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ധ്രുക്കുട്ടിയായാലും പുറത്തേക്കൊന്നും പോകാൻ പറ്റാത്ത കാരണം നമ്മളിവിടെ ഏറ്റവും കളി ഉള്ളിൽ തന്നെയാണ് കേട്ടോ മെയിനായിട്ട്. അപ്പോൾ അത് കാരണം ബെഡ്ഷീറ്റിലും ബെഡിലും ഒക്കെ നിറച്ച സാധനങ്ങളാണ്. അപ്പോൾ അതിന് ആദ്യം ഞങ്ങളുടെ ബെഡ്റൂമിലത്തെ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി അവിടെ ബെഡ്ഷീറ്റ് എന്തെങ്കിലും മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ബുക്സും കുത്തി വരച്ചിട്ടുള്ള ബുക്സും പേപ്പറൊക്കെ ഉണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്ത പേപ്പറൊക്കെ താഴ്ത്തിട്ട് അത് അടിച്ച് വാരി കളയാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ബെഡ്ഷീറ്റ് മാറ്റാമെന്ന് വിചാരിച്ചു. ബെഡ്ഷീറ്റിലാണെങ്കിലും അത്യാവശ്യം വഴുക്കും പൊടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ബെഡ്ഷീറ്റ് മാറ്റാമെന്ന് വിചാരിച്ചു.
അപ്പോൾ ധ്രുക്കുട്ടി ഇപ്പോൾ തൊട്ടപ്പുറത്ത് ചേച്ചിയമ്മയുടെ റൂമിൽ ജാൻവി ചേച്ചിക്കായിട്ട് ഭയങ്കര കളിക്കാനാണ് കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ ബെഡ്ഷീറ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ പിള്ളേരുള്ള വീട്ടിൽ നമുക്കൊരു പണി തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു നാട്ടിലാണെങ്കിൽ നമുക്ക് ഇത്ര ബുദ്ധിമുട്ടില്ല, കാരണം ബെഡ്റൂമിൽ അവളധികം വന്ന് കളിക്കാറില്ല. ഇതിപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സ്ഥലം കൂടി ആയ കാരണം എന്താ പറയുക, ഒന്ന് നല്ല വൃത്തിയിലിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പക്ഷേ നമ്മൾ കിടക്കാൻ പോണ സമയത്തേക്കാണ് ബെഡ്റൂമിലേക്ക് പോവുള്ളൂ. അപ്പം ഇവിടെ മാറി മാറി നമുക്ക് വേറെ സ്ഥലമൊന്നുമില്ല പുറത്ത്. പിള്ളേരെ പറഞ്ഞിട്ടും കാര്യമില്ല, പിള്ളേർക്ക് നേരം പോകണമല്ലോ. അപ്പോൾ അതാ ഞാനിവിടെ ബെഡ്ഷീറ്റ് വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ധ്രുക്കുട്ടി ഇടയ്ക്കൊന്ന് വന്ന് നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ പ്രാവശ്യം ജാൻവി ചേച്ചിയായിട്ടുള്ള ഭയങ്കര കളിക്കുന്ന തിരക്കായ കാരണം എന്നെ ബുദ്ധിമുട്ടിക്കാനൊന്നും ആൾ വന്നില്ല. ആൾ അവിടെ തന്നെയായിരുന്നു. അത് കാരണം ബെഡ്ഷീറ്റ് മാറ്റലും പണികളൊക്കെ വേഗം കഴിഞ്ഞു. ഇനി വലിയ കാര്യമായിട്ടുള്ള എന്താ പറയുക ക്ലീനിങ് ഒന്നിൽ ജസ്റ്റ് ബെഡ്ഷീറ്റ് മാറ്റി തലോണങ്ങളൊക്കെ ഒന്ന് വെച്ച്. അപ്പോൾ കവറ് ഞാൻ മാറ്റിയില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കവർ ചെറിയൊരു ഉണക്കക്കുറവുണ്ട്, അപ്പോൾ അത് നാളെ മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പുതപ്പ് യൂസ് ചെയ്യാറില്ല കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ ഫാൻ യൂസ് ചെയ്യാറില്ല, കാരണം നല്ല തണുപ്പ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ എന്നാലും നമ്മൾ പുതപ്പ് ഒരു ഭംഗിക്ക് അവിടെ വെക്കണമെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞാൻ അവരുടെ റൂമിലേക്ക് പോയി കേട്ടോ. അപ്പോൾ അവരുടെ റൂമിൽ ഇതാണ് അവസ്ഥ, കാരണം അവിടെ ആയിരുന്നു ഇത്രയും നേരം 2 പിള്ളേരും കളിക്കൽ കേട്ടോ. അപ്പോൾ അതിന് അവർ ബെഡ്ഷീറ്റ് മാറ്റണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചേച്ചിയമ്മ അവരെ ഉമ്മറത്തേക്ക് കൊണ്ടുപോയി. 2 പേരും അവിടെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബലൂണൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജാൻവിയുടെ ബർത്ത്ഡേ ആയിരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ബലൂൺസൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അവിടെ ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഇവിടുത്തെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് പൊടി കുടഞ്ഞ് ഒന്ന് ഇവിടെ ഓൾറെഡി മാറ്റിയതാണ് തലേദിവസം ബെഡ്ഷീറ്റ്. അത് കാരണം ഇനി പെട്ടെന്ന് മാറ്റണമൊന്നുമില്ല. അപ്പോൾ ഇത് ഭയങ്കര കട്ടിയുള്ളൊരു പുതപ്പാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ജാൻവിക്കാണെങ്കിൽ നല്ല സ്പീഡിൽ ഫാൻ ഇട്ടിട്ട് വേണം ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കാരണം അവർക്ക് പുറത്ത് അത്യാവശ്യമാണ് കേട്ടോ. നല്ല തണുപ്പത്തായാലും ഫാൻ ഫുൾ സ്പീഡിൽ വേണം. അപ്പോൾ അത് കാരണം നല്ല കട്ടിയുള്ള പുതപ്പാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ കളിക്കാൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഒന്ന് ചടപടേന്നൊന്ന് അടിച്ച് വാരിയിട്ട് എല്ലാ റൂംസും ഒന്ന് വേഗം ഒന്ന് അടിച്ച് വാരിയിട്ട് അങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ. എനിക്കിത് ഇവിടെ വന്ന് സത്യം പറഞ്ഞാൽ തന്നെ പരിപാടി കേട്ടോ. ഇങ്ങനെ ഒരു ഭാഗം ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും, കാരണം പിള്ളേർ ഇങ്ങനെ ഇപ്പം ഇങ്ങനെ അഴുക്കാക്കിക്കൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ഇതൊരു രസമാണ്, നമുക്ക് നേരം പോക്കുവാണല്ലോ. അപ്പോൾ അതാ അങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കണം. അതിൻ്റെ ഇടയ്ക്ക് ധ്രുക്കുട്ടി ബോളൊക്കെ ആയിട്ട് വന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. ഒരാൾ ജാൻവി ചേച്ചിയുടെ ബലൂൺ തട്ടിപ്പറിച്ച് ഓടി വന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടെ ചില സ്റ്റണ്ടുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചിയമ്മ അവിടെ ഓൾറെഡി ഇടയിൽ നിന്ന് അതൊക്കെ തീർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിള്ളേരുടെ കളി കഴിഞ്ഞപ്പോൾ നമ്മൾ ഉമ്മറും ലാസ്റ്റ് വൃത്തിയാക്കി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അത് ധ്രുക്കുട്ടി അടി ഉണ്ടാക്കിയിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് കരഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അപ്പോൾ അവൾ ആശ്വസിപ്പിക്കുകയാണ് ഞാൻ കേട്ടോ. ഐ ലവ് യു ഷൊന്നു. അപ്പോൾ നമുക്കിനി ധ്രുക്കുട്ടിക്ക് കുറച്ച് പാല് കാച്ചണം. അപ്പോൾ നൈറ്റ് പാല് കുടിച്ചിട്ടാണ് അത് കിടക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് പാക്കറ്റ് പാലാണ് നമ്മൾ അവിടെ യൂസ് ചെയ്തത്, നമ്മൾ വാങ്ങുന്നത്. ഇവിടെ പാക്കറ്റ് പാൽ പക്ഷെ നല്ല പാലാണ് കേട്ടോ. നമ്മൾ നന്ദിനി എന്നാണ് ഇവിടുത്തെ പാലിൻ്റെ മിൽമ പോലെ തന്നെ ഇവിടെ കുറച്ച് അങ്ങനത്തെ ഒരു ബ്രാൻഡാണ് നന്ദിനി. ഭയങ്കര നല്ല പാലാണ്, ഭയങ്കര ഫാറ്റി ആയിട്ടുള്ള പാലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം, കുറച്ച് അത് കാച്ചിയിട്ട് വേണം ബാക്കി ഐറ്റംസ് തുറക്കാൻ നോക്കാം. അപ്പോൾ പാല് തിളപ്പിച്ചിട്ട് കുറച്ച് ധ്രുക്കുട്ടിക്ക് എടുക്കും, പിന്നെ ബാക്കി അമ്മ ഒഴിക്കാൻ എടുക്കും കേട്ടോ. നമ്മൾ തൈര് ഉണ്ടാക്കും. അപ്പോൾ പിള്ളേർക്കൊക്കെ ഫുഡ് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ജാൻവിക്ക് തൈര് ഉണ്ടെങ്കിലാണ് ഫുഡ് കഴിക്കാൻ ഇഷ്ടം കേട്ടോ. അപ്പോൾ നല്ല കട്ടിയുള്ള പാലായതുകൊണ്ടും അതുപോലെ തന്നെ ഇൻഡക്ഷൻ ആയതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഇതൊന്ന് അടിപ്പിടിക്കും ചില സമയത്ത്, അതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പാലൊക്കെ തിളപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ധ്രുക്കുട്ടി വന്നു കേട്ടോ. അപ്പോൾ എൻ്റെ തലയിൽ സ്ലിപ്പ് കണ്ടപ്പോൾ അവൾ വലിച്ചു വരാൻ നോക്കി. അപ്പോൾ എനിക്ക് വേദനയെന്ന് ഞാൻ അവളോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ വേദനിച്ചു പറഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമമായിട്ടാണ്. അപ്പോൾ അത് അവൾ എന്നെ കുറേ സമാധാനിപ്പിക്കാനൊക്കെ നോക്കി. അപ്പോൾ ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ് കേട്ടോ ആൾ. അപ്പോൾ അതോടുകൂടി ക്ലീൻ പരിപാടികളൊക്കെ തീർന്നു കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അതുവരെ